പൗലോസ് പറയുന്നത് പോലെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും അവരെ വിശ്വസ്തനം നേടുകയും അവർക്ക് ദൈവം ശക്തി നൽകുകയും ചെയ്യുന്നു. ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാകുന്നു. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പാടുന്നതായിട്ടുള്ള ഒരു ഗീതമുണ്ട്. കനിവും നല്ല മനസ്സലിവും കരുണയുമുള്ള കൃപാകരനെ ഭാഗ്യമെഴും വൻ പദവിയെ നീ മർത്യർക്ക് അരുളിയതാൽ സ്തോത്രം എന്നാവർത്തിച്ച് എല്ലാവരും ചേർന്ന് പാടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമെന്ന് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് എക്സിറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എൻട്രി എന്ന് പറയുവാറുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളതല്ല, ഈ ഭാഗ്യാവസ്ഥ എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സംഭവം ഞാൻ ഓർത്തെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് വിരസത ഉളവാക്കാമെങ്കിലും ആവർത്തനം കൊണ്ട് എന്നെ സംബന്ധിച്ച് വളരെ ശുശ്രൂഷയിൽ അർത്ഥവത്തായി തീരുന്ന ഒരു സംഭവം ആണ്. ഞാൻ 1988 ജൂൺ മാസം 17-ാം തീയതിയാണ് ഷമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത്. അതിന് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ തലേ ദിവസം ഇട്ട കുപ്പായം അലക്കുകല്ലിൽ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി എൻ്റെ അയൽവാസിയായിട്ടുള്ള കുഞ്ഞമ്മച്ചി നടന്നു വരികയാണ്. അപ്പോൾ സൗഹൃദമായിട്ടുള്ള ഒരു ചോദ്യം എന്ന നിലയിൽ കുഞ്ഞമ്മച്ചി എൻ്റെ അമ്മയോട് ചോദിക്കുന്നു, മറിയാമേ നീ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ എൻ്റെ അമ്മ പറയുന്നു, കുഞ്ഞമ്മച്ചി ഞാന് മോന്റെ കുപ്പായം നനയ്ക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞമ്മച്ചി തിരിച്ച് പറയുകയാണ്, എന്റെ മറിയാമേ എങ്കിലും നിന്റെ മോന്റെ കുപ്പായം നനയ്ക്കുവാനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ ആ എഴുത്തിലിന്റെ തിണ്ണയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എന്നെ ഭരിച്ചതായിട്ടുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത്, എന്റെ ദൈവമേ, ഈ കുപ്പായം നനയ്ക്കുന്ന ഒരു വ്യക്തിയെ ഭാഗ്യവതിയായിട്ട് കാണുന്നുവെങ്കിൽ ഈ കുപ്പായം ഇടുന്ന വ്യക്തിയെ എത്ര ഭാഗ്യവതിയായിട്ടാണ് അല്ലെങ്കിൽ എത്ര ഭാഗ്യവാനായിട്ടാണ് ഈ സഭയും മറ്റുള്ളവരും കാണുന്നത്. പ്രിയമുള്ള ശമാശന്മാരെ, ദൈവകൃപയിൽ ദൈവവിളിയെ ഗൗരവമായിട്ടെടുക്കുകയും ദൈവകൃപയിൽ ശക്തിപ്പെടുകയും ദൈവിക ആലോചന അനുസരിച്ച് തീരുമാനമെടുക്കുകയും ദൈവിക നീതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഭാഗ്യമെഴും വൻ പദവി സ്വയമായും മറ്റുള്ളവർക്കും ഒരനുഗ്രഹമായി തീരുന്നത്, അഭിമാനമായി തീരുന്നത്. നിങ്ങളിൽ കൂടി ദൈവരാജ്യം, ദൈവനാമം മഹിമപ്പെടുകയും ദൈവരാജ്യ കെട്ടുപണിക്കായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്രകാരം ജീവിച്ച് വിശുദ്ധിയും വിവേകവും വിജ്ഞാനവുമുള്ള ഒരു ജീവിതത്തിനും വ്യത്യസ്തമായ നിലപാടുകൾക്കും വിശ്വസ്തമായ അജപാലന ശുശ്രൂഷയ്ക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ ശുശ്രൂഷ തുടങ്ങി ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് ഇടയായിത്തീരുന്നത്. ബഹുമാനപ്പെട്ട ശമാശന്മാരെ, നമ്മുടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏവർക്കും മാതൃകയാകുന്ന യേശുവിന്റെ പിതാവായ ജോസഫിന്റെ 4 മാതൃകകൾ പരാമർശിച്ച് ഇന്ന് ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വേദപുസ്തക കഥാപാത്രങ്ങൾ പല രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ചിലർ നമുക്ക് മാതൃകയാണ്, മോഡൽസ് ആൻഡ് പാറ്റേൺസ്. ചിലർ നമുക്ക് പാഠങ്ങളാണ്, സം ആർ ലെസൺസ് ഫോർ അസ്. ചിലർ നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ ആണ്, ചില റിമൈൻഡേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരർത്ഥത്തിൽ മാതൃകയും പാറ്റേണുമായി തീർന്ന ഈ ജോസഫിനെ കുറിച്ച് 4 മാതൃകകൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ജോസഫുമാർ നമ്മോട് ഒത്തിരി സംസാരിക്കുന്നു. ഒന്നാമതായിട്ട് ഞാൻ പുതിയ നിയമത്തിലെ ജോസഫിന്റെ മാതൃകയെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആലോചനകളെ അനശ്വരമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ജോസഫിൻ്റെത്. ആലോചനകളെ അനശ്വരമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ ജോസഫിന്റെ വ്യക്തിത്വം. പ്രിയമുള്ളവരെ, നമ്മുടെ പട്ടത്ത ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആലോചന എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യം മുതൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, എന്റെ ദൈവമേ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തണമേ. ഇന്ന് ലോകത്തിൽ ഏറ്റവും സുലഭമായും ഏറ്റവും എളുപ്പവും ഏറ്റവും ചെലവ് കുറഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ഒരു സംഗതിയാണല്ലോ
ആലോചന എന്ന് പറയുന്നത്. എന്നാൽ മാനുഷികമായ ആലോചനയെക്കാൾ ഉപരി ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് നിങ്ങൾ അനുദിനം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ആലോചനയെ അനശ്വരമാക്കുവാനായിട്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കുകയും വേണം. മൗനത്തിന്റെ ആചാര്യനായിട്ടാണ് പുതിയ നിയമത്തിൽ ജോസഫിനെ അറിയപ്പെടുന്നത്. കാരണം നാം വേദപുസ്തകം വായിക്കുമ്പോൾ മനുഷ്യരോട് ജോസഫ് എന്തെങ്കിലും കാര്യമായി സംസാരിച്ചതായി നാം കാണുന്നില്ല. എന്നാൽ ദൈവത്തോട് നിരന്തരം സംസാരിച്ചവനായിരുന്നു ജോസഫ്. ദൈവം ജോസഫിനോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവം ജോസഫിനോട് സ്വപ്നത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. പുതിയ നിയമത്തിൽ 5 സ്വപ്നങ്ങളിൽ നാം 4 ജോസഫുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം സ്വപ്നത്തിൽ കൂടി ജോസഫിനോട് സംസാരിക്കുകയും ആലോചനകൾ നൽകുകയും ദൈവം നൽകിയ ആലോചനകളെ എല്ലാം അന്വർത്ഥമാക്കുകയും അതെല്ലാം അനശ്വരമാക്കി തീർക്കുകയും ചെയ്തു. എന്താണ് ദൈവത്തിന്റെ ആലോചന? നമ്മളിത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ജോസഫും ദൈവത്തിന്റെ ദൂതനും തമ്മിലുള്ളതായ ഒരു സംസാരമാണ്. നമുക്കറിയാം, ആ കോണ്ടെക്സ്റ്റ് നമുക്ക് അറിയാം. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ ജോസഫ് മറിയയെ ഗൂഢമായിട്ട് ഉപേക്ഷിപ്പാനായിട്ട് ഭാവിക്കുന്നു. അവനെങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അവൻ ഉറങ്ങുവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുക പ്രയാസം ആണ്. എന്നാൽ ഉറക്കമുണർന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഉറങ്ങി എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഉറക്കത്തിൽ ദൈവം ജോസഫിനോട് സംസാരിക്കുകയാണ്, ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആലോചന? ജോസഫിനോട് ദൈവം പറയുന്നു, ജോസഫേ, നിന്റെ തീരുമാനത്തെ നീ മാറ്റണം. എന്താണ് ജോസഫിന്റെ തീരുമാനം? മറിയെ ഉപേക്ഷിപ്പാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ജോസഫേ, ദൈവം പറയുകയാണ്, ജോസഫേ, നീ നീതിമാനായിരിക്കാം. ഒരുപക്ഷെ നിന്റെ മറിയയ്ക്ക് നീ ലോകാപവാദം വരുത്തുവാൻ ഇഷ്ടമില്ലാത്തവനായിരിക്കാം. പക്ഷേ നിന്റെ നീതിബോധമല്ല, ദൈവത്തിന്റെ നീതിബോധം നീ നടപ്പാക്കണം. കാരണം ജോസഫേ, നിന്നിൽ കൂടി മറിയയിൽ കൂടി നിങ്ങളിൽ കൂടെ ജനിപ്പാനിരിക്കുന്ന ക്രിസ്തുവിൽ കൂടി ഞാൻ ദൈവരാജ്യ നീതി നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ന്യായപ്രമാണം അനുശാസിക്കുന്ന നീതിയെ നീ പുൽകുന്നുവെങ്കിൽ അത് സാധ്യമല്ല. പിന്നെയോ ദൈവരാജ്യം അനുശാസിക്കുന്ന ആത്മാവിന്റെ നീതിയെ നീ അനുസരിക്കണം. നിന്റെ മുമ്പിൽ ഇപ്പോൾ ഐദർ ഓർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിന്റെ മുമ്പിൽ ഉള്ളത്. മറ്റുള്ളവർ നിന്നോട് പറയുന്നു അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുമ്പോൾ നീ അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കണം എന്ന് നീ തീരുമാനിക്കുന്നു. എന്നാൽ ജോസഫേ, ഐദർ ഓർ എന്ന ഓപ്ഷൻസിന്റെ അപ്പുറത്തായിട്ട് ഐ ഹാവ് ഗോട്ട് എ തേർഡ് ഓപ്ഷൻ ഫോർ യു. വാട്ട് ഈസ് ദാറ്റ് തേർഡ് ഓപ്ഷൻ? നിന്റെ ഭാര്യയായ മറിയയെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ശമാശന്മാരെ, നിങ്ങളുടെ പട്ടത്തെ നിങ്ങൾ ശുശ്രൂഷയിലൊക്കെ പ്രവേശിക്കുമ്പോൾ കമ്മിറ്റിയിലും ഇവിടെ യോഗത്തിലുമൊക്കെ ജനങ്ങൾ പറയുന്നതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ പരിമിതമായ അറിവിന്റെയും മറ്റുള്ളതിന്റെയും ഒക്കെ മധ്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം. എന്നാൽ എല്ലായ്പ്പോഴും ഓർക്കേണ്ടത്, എല്ലായ്പ്പോഴും നിങ്ങൾ ചോദിക്കുന്നത്, ഓ മൈ ലോർഡ്, വാട്ട് ഈസ് യുവർ തേർഡ് ഓപ്ഷൻ ഫോർ മീ? യെസ്, ദൈവത്തിന് ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട് എന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും തിരിച്ച് അറിയണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, 16-ാം സങ്കീർത്തനത്തിൽ സുവർണഗീതത്തിൽ ദാവീദ് പറയുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. നിങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയാമങ്ങളിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തേർഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുന്നു. ഇവിടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു ആലോചന അല്ല, മറ്റാരുടെയൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആലോചനയല്ല. പിന്നെയോ ദൈവരാജ്യനീതിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോസഫിന് ദൈവം ആലോചന നൽകുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ആലോചന സംഭവിച്ച കാര്യങ്ങളുടെ കാരണം കണ്ടിട്ടല്ല, ലക്ഷണം കണ്ടിട്ടല്ല, പിന്നെയോ ഒരിക്കലും ആരും കാണാത്ത ചില സംഭവങ്ങളുടെ അല്ലെങ്കിൽ ചില സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം ആലോചന നൽകുന്നത്. പ്രിയപ്പെട്ട ശമാശന്മാരെ, നിങ്ങളെല്ലാം ഇപ്പോഴും ഓർക്കണം, സിംറ്റംസ് ഓഫ് ആൻ ഇവന്റ് ഓർ ആൻ ഇൻസിഡന്റ് മേ ബി ദ സെയിം, ബട്ട് ദ റീസൺസ് മേ ബി ഡിഫറെന്റ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില സംഭവങ്ങളുടെ പിന്നിൽ നാം വായിച്ചെടുക്കുന്ന ചില സിംറ്റംസ്, ചില ലക്ഷണങ്ങൾ സെയിം ആയിരിക്കാം, എന്നാൽ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ പലതായിരിക്കാമെന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ മറിയയെ ഉപേക്ഷിപ്പാനുള്ള ജോസഫിന്റെ തീരുമാനത്തിലും ആ തീരുമാനത്തിന്റെ നടത്തിപ്പിന്റെ ഇടയിലുമാണ് ദൈവം ആലോചന നൽകുന്നത്. ദൈവിക ആലോചന അനുസരിച്ച് ജോസഫ് തന്റെ തീരുമാനത്തിന് വിപരീതമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. മറ്റ് പരപ്രേരണയില്ലാതെ ദൈവത്തിന്റെ ആലോചന മാത്രം അനുസരിച്ച് ജോസഫ് തിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആലോചനയെ അനശ്വരമാക്കുവാനും അന്വർത്ഥമാക്കുവാനും ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ പട്ടത്ത ശുശ്രൂഷയിൽ പട്ടക്കാർക്ക്
മാതൃക ആകേണ്ടത്. നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് പലപ്പോഴും ഗൂഗിളും ChatGPT ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലെറ്റ് യുവർ ഫൈനൽ ഗൂഗിൾ സെർച്ച് ബി വിത്ത് www.jd.com വാട്ട് വുഡ് ജീസസ് ഡു .com. നമ്മുടെ ഇടവേഴ്സ് സോഷ്യൽ എല്ലാവരുടെയും ആലോചന നമ്മൾ ശാന്തമായിട്ട് കേൾക്കണം, പക്വമായിട്ട് കേൾക്കണം, പ്രതികരിക്കണം. എന്നാൽ ആത്യന്തികമായി ദൈവത്തിന്റെ ആലോചന മാത്രം നിങ്ങൾ അനുസരിക്കണം. ഒരുപക്ഷെ താത്കാലികമായി മനുഷ്യദൃഷ്ടിയിൽ അത് തെറ്റായിരിക്കാം, എന്നാൽ ആത്യന്തികമായി അതായിരിക്കും ശരി, അത് മാത്രമായിരിക്കും ശരി. അങ്ങനെയുള്ള ആലോചനകൾ അക്ഷരത്തിന്റെ നീതിക്ക് നിരക്കാത്തതായിരിക്കാം, പക്ഷെ ആത്മാവിന്റെ നീതിക്കും അതിലുപരിയായിട്ട് ദൈവരാജ്യ നീതിക്കും എന്നും നിരക്കുന്നതായിരിക്കും. താത്കാലികമായിട്ട് ഒരുപക്ഷെ അത് മാർത്തോമാ സഭയുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ലായിരിക്കാം, എന്നാൽ തീർത്തും നിങ്ങൾ ദൈവത്തിന്റെ ആലോചന മാത്രമാണ് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അത് തീർച്ചയായിട്ടും അത് ദൈവരാജ്യത്തിന്റെ നീതിക്ക് നിരക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ജോസഫ് അപ്രകാരം അനുസരിച്ചത് കൊണ്ടായിരിക്കാം തന്റെ മകന് ശബത്ത് ലംഘിച്ച് നന്മ ചെയ്യുവാൻ, അനേകർക്ക് ശബത്തിനപ്പുറത്തായിട്ട് മനുഷ്യൻ നിർമ്മിച്ച ശബത്തിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ കാണുവാനായിട്ട് യേശുവിന് സാധിച്ചത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ, ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. See, if you are estranged between the either or option, ഓർമ്മിപ്പിക്കട്ടെ, give God some space between your decision and deed. Give God some space between your decision and deed. ഒരിക്കലും ഞാൻ ആലോചിച്ചു കഴിഞ്ഞു, ഇനി ദൈവം പറഞ്ഞാൽ പോലും ഞാൻ മാറ്റുകയില്ല എന്നൊരിക്കലും നിങ്ങൾക്ക് പറയുവാനിടയാകരുത്. ഞാൻ ആലോചിച്ചു കഴിഞ്ഞ് ഇനി ഞാൻ ദൈവം എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്നുള്ളതായ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓർത്തെടുക്കുക, നിങ്ങൾ കുറിച്ചിടുക, ഗീവ് ഗോഡ് സം സ്പേസ് ബിറ്റ്വീൻ യുവർ ഡിസിഷൻ ആൻഡ് ഡീഡ് ആസ് ജോസഫ് ഡിഡ്. ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത് ആലോചനകളെ അനശ്വരമാക്കിയവനായിരുന്നു ജോസഫ്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ ജോസഫിൽ കൂടി ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അഭിലാഷങ്ങളെ അടിയറ വെച്ചവനായിരുന്നു. ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി, കെട്ടുപണിക്ക് വേണ്ടി തന്റെ അഭിലാഷങ്ങളെയൊക്കെ അടിയറ വെച്ചവനായിരുന്നു ജോസഫ് നീതിമാനായിരുന്നു. ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യണമെന്ന ആഗ്രഹവും അഭിലാഷവും ഉള്ളവനായിരുന്നു ജോസഫ്. ഭാവിയെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തെടുത്തവനായിരുന്നു ജോസഫ്. സന്തോഷവും സന്തുഷ്ടവുമായ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി കണക്കൂട്ടലുകൾ ജോസഫിനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുകയാണ്, അഭിലാഷങ്ങളൊക്കെ കത്തിച്ചാമ്പലാവുകയാണ്. കലങ്ങി മറിഞ്ഞ മനസ്സുമായി വികാര വിഞ്ചുംബൃതനായി ജോസഫ് വലിയ ഒരു സംഘർഷാവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. ശമാശമാരെ, നിങ്ങൾ ഓർക്കണം, സ്വപ്നങ്ങൾ തകർന്നടിയുന്നവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളിൽ കൂടി ഇടപെടുന്നതായിട്ടുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്വപ്നങ്ങൾ തകർന്നടിയുന്നവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളിൽ കൂടി പക്ഷമായിട്ട് ഇടപെടുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എ ഡിവൈൻ അനസ്തേഷ്യ ഫോർ എ ഡിവൈൻ ഓപ്പറേഷൻ എന്നുള്ളതാണ്. എ ഡിവൈൻ അനസ്തേഷ്യ ഫോർ എ ഡിവൈൻ ഓപ്പറേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ബോധപൂർവം ഇരിക്കുന്ന ഉടനെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ, ദാവീദ് പറയുന്നത് പോലെ, രാത്രികാലങ്ങളിൽ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങൾ ദൈവത്തോടെ ആലോചന സ്വീകരിക്കണം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ അഭിലാഷങ്ങളെയൊക്കെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അടിയറ വെക്കണം. ദൈവം ജോസഫിനോട് ശക്തമായി ഇടപെട്ടു. അംഗീകരിക്കുവാൻ പ്രയാസമുള്ള ആലോചന നൽകി. ദൈവിക ആലോചന അനുസരിച്ചാൽ താൻ മറ്റുള്ളവരുടെ മുമ്പാകെ തെറ്റുകാരനാകും അല്ലെങ്കിൽ മോശക്കാരനാകുമെന്ന് ജോസഫിന് അറിയാമായിരുന്നു. തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് ജോസഫിന് അറിയാമായിരുന്നു. എന്നാൽ ജോസഫ് തന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തീരുമാനങ്ങളും ദൈവിക ആലോചനയുടെ മുമ്പിൽ അടിയറ വെക്കുകയാണ്. പ്രിയമുള്ള ശമാശന്മാരെ, ദൈവരാജ്യ പദ്ധതിക്കായിട്ട് ജോസഫ് തന്റെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ദൈവികമായ താല്പര്യങ്ങളെ താൻ ഏറ്റെടുക്കുകയും തന്റെ വ്യക്തിപരമായ അഭിലാഷങ്ങളെയൊക്കെ ദൈവത്തിന്റെ മുമ്പാകെ അടിയറ വെക്കുകയും ചെയ്യുന്നു. പട്ടത്ത ശുശ്രൂഷയിലൊക്കെ പ്രവേശിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും വ്യക്തിപരമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആത്മഗതങ്ങളും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ന്യായവും യുക്തവും ആകുന്നു. അതൊക്കെ പൂവണിയുമ്പോൾ അർഹമായ അഭിമാനവും അനർഹമായ അഹങ്കാരവും സ്വാഭാവികമായിട്ട് ഉണ്ടാകുവാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെ ദൈവഹിതത്തിന് വഴിമാറി കൊടുക്കുന്നില്ല എങ്കിൽ അപകടത്തിന്റെ ആരംഭം എന്ന് നിങ്ങൾ തിരിച്ച് അറിയണം. അനുദിനം ദൈവഹിതം തിരിച്ചറിയുവാൻ, അനുദിനം മന്നയാകുന്ന ദൈവവചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് തീരണം.
അനുദിനം ദൈവിക ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ക്ഷമയോടെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കാത്തിരിക്കണം. ജോസഫിനെ പോലെ ദൈവഹിതം മനസ്സിലാക്കി അത് പൂർണ്ണമായും തിരിച്ചറിയുവാനുള്ള ഒരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജോസഫിനെ പോലെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ അഭിലാഷങ്ങളെയൊക്കെ നിങ്ങൾ അടിയറ വെക്കണം. മറിയെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ നിങ്ങൾക്കിടയാകണം. പ്രിയപ്പെട്ട ശമാശന്മാരെ, ഇടവക ജനങ്ങളുടെ കയ്യടി നേടുവാൻ, ഇടവക ജനങ്ങളുടെ ഹിതത്തിന് പ്രസാദകരമായ ഒരു ദൈവത്തെ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാതെ ദൈവത്തിന് പ്രസാദകരമായ ഇടവക ജനത്തെ ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് ചിലതൊക്കെ നിങ്ങൾ അടിയറ വെക്കണം, ചിലതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. ചില സ്പിരിച്വൽ ലൈഫിലെ പട്ടത്ത ശുശ്രൂഷയിലെ ചില മാജിക്കൽ വേർഡ്സ് നിങ്ങൾ പറഞ്ഞ് ശീലിക്കണം. മതി, പോട്ടെ, വേണ്ട, സാരമില്ല എന്നൊക്കെയുള്ള ചില മാജിക്കൽ വേർഡ്സ് നിങ്ങൾ പറഞ്ഞ് ആരംഭം മുതൽ തന്നെ ശീലിക്കണം. റാംസേ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ പറഞ്ഞതുപോലെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ അബൌട്ട് യുവർ ഗോൾ ഈസ് നോട്ട് വാട്ട് യു ആർ വില്ലിംഗ് ടു ഡു ടു അച്ചീവ് ഇറ്റ്, ബട്ട് വാട്ട് യു ആർ വില്ലിംഗ് ടു ഗീവ് അപ്പ് എന്നുള്ളതാണ്. എത്ര വലിയൊരു ഉപദേശമാണ്! നിങ്ങൾ അപ്രകാരം സാധിക്കണം. നിങ്ങൾക്ക് അഭിലാഷങ്ങൾ ഉണ്ടാകണം, ആഗ്രഹങ്ങൾ ഉണ്ടാകണം, കണക്കൂട്ടലുകൾ ഉണ്ടാകണം. എന്നാൽ ദൈവത്തിന്റെ ആലോചനയെ അനശ്വരമാക്കുവാൻ നിങ്ങളുടെ അഭിലാഷങ്ങളെ നിങ്ങൾ ദൈവസന്നിധിയിൽ അടിയറ വെക്കണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് നാം ജോസഫിൽ കൂടി കാണുന്നത് അനുസരണയിൽ 100% ആത്മാർത്ഥത കാണിച്ച വ്യക്തിത്വമായിരുന്നു ജോസഫിൻ്റെത്. ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത് ഈ ആലോചനകളെ അനശ്വരമാക്കിയതായിട്ടുള്ള ജോസഫ്. രണ്ടാമതായിട്ട് പറഞ്ഞത് അഭിലാഷങ്ങളെ അടിയറ വെച്ച ജോസഫ്. മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അനുസരണയിൽ ആത്മാർത്ഥത കാണിച്ചവൻ. മറിയെ ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചിരിക്കുന്ന ജോസഫിനോട് കർത്താവിന്റെ ദൂതൻ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. 1, അവളെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കണം. 2, അവന് മകൻ യേശു എന്ന് പേരിടണം. ജോസഫിന്റെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓപ്ഷൻസ്? ദൈവം പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് മറിയെ വേണമെങ്കിൽ ദാസിയായിട്ടോ, അന്നത്തെ രീതി അനുസരിച്ച് ഒന്നുകിൽ ഒരു ദാസിയായിട്ടോ ഒരു വെപ്പാട്ടിയായിട്ടോ സ്വീകരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു അബോർഷൻ നടത്തി ഭാര്യയായിട്ട് സ്വീകരിക്കാമായിരുന്നു. എന്നാൽ ദൂതൻ പറഞ്ഞ് ജോസഫ് അക്ഷരം പ്രതി അനുസരിച്ചു. ജോസഫിന്റെ അനുസരണത്തിന്റെ ആത്മാർത്ഥത, ആ ഒരു യുണീക്നെസ് നാം അവിടെയാണ് കാണുന്നത്. ഭാര്യയായി സ്വീകരിച്ച് ഒരുമിച്ച് താമസിച്ചാൽ ജോസഫിനും മറിയയ്ക്കും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഇല്ലായിരുന്നു. യുവത്വത്തിന്റെ പ്രലോഭനങ്ങൾ ജോസഫിനെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ജോസഫ് അത് ചെയ്തില്ല. നാം അവിടെ വായിക്കുന്നു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. പ്രിയമുള്ളവരെ, ജോസഫിന് ലഭിച്ച ആലോചനയും അതിൽ കൂടെ ലഭിച്ച തിരിച്ചറിവും കാരണം ജോസഫ് തന്റെ ജീവിതത്തിൽ ഒരു സ്വയം ശിക്ഷണം ഏർപ്പെടുത്തി. ദൈവിക പദ്ധതിയിൽ ജോസഫായിട്ട് വെള്ളം ചേർക്കുവാൻ ശ്രമിച്ചില്ല. തനിക്ക് പങ്കില്ലാത്ത, അർഹതയില്ലാത്ത പദ്ധതിയിൽ പങ്കാളി ആയി എന്ന് പറയുവാൻ ജോസഫ് ആഗ്രഹിച്ചില്ല. അവിടെ നാം കാണുന്നത് എ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. പട്ടത്ത ശുശ്രൂഷയിൽ അതാണ് ആവശ്യമായിട്ടുള്ളത്. മറ്റാരും പറഞ്ഞിട്ടല്ല നമ്മൾ അനുസരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അനുസരിക്കുന്നത്. കാലത്തിന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കി ഒരു സ്വയശിക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, പറയാത്ത കാര്യങ്ങൾ നൽകുവാനുള്ള കഴിവിനെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, പറയാത്ത കാര്യങ്ങൾ അനുസരിക്കുവാനുള്ള കഴിവിനെയാണ് ശിക്ഷണം എന്ന് പറയുന്നത്. പറയാത്ത കാര്യങ്ങൾ അനുസരിക്കുവാനുള്ള കഴിവിനെയാണ് ശിക്ഷണം എന്ന് പറയുന്നത്. പട്ടത്ത ശുശ്രൂഷയിൽ മോഷ്ടിക്കരുത് എന്ന കൽപ്പന നാം അനുസരിക്കുമായിരിക്കും. എന്നാൽ ചില വിശുദ്ധ മോഷണത്തിന് പല രീതിയിൽ പല പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ കൊണ്ട് അതിനെ അതിജീവിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ കൊണ്ട് അതിനെ അതിജീവിക്കണം. അതിനായി ആത്മീയ ജീവിതത്തിലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചില മാജിക് വേർഡ്സ് നിങ്ങൾ പറഞ്ഞ് ശീലിക്കേണ്ടത് ആവശ്യമാണ്. മതിയെന്നും ഇനഫ് ഈസ് ഇനഫ് എന്നും ഒക്കെ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കണം. വിളിച്ചവൻ വിശ്വസ്തനെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇതൊക്കെ പറയുവാനും, ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, ദൈവത്തിന്റെ സമയത്തും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തും എന്നെ ഉയർത്തുമെന്നുള്ളതായ ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊക്കെ പറയുവാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവുകയില്ല. വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ വിശ്വസ്തനായിരിക്കാനായിട്ടുള്ള വിശുദ്ധനായിരിക്കുവാനും സ്വയശിക്ഷണത്തിൽ ഏർപ്പെടുവാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. എനിക്ക് കശിശാപ്പട്ടം നൽകിയത്
അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി ആണ്. അതിൻ്റെ തലേ ദിവസത്തിൽ നടന്ന ധ്യാന ശുശ്രൂഷയിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്നത്തെ ധ്യാനം മെത്രാപ്പൊലീത്ത തിരുമേനി ചെയ്തത്. അത് ചുരുക്കമായിട്ട് പറയാം, ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലാണ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മെത്രാപ്പൊലീത്ത എന്ന് പറഞ്ഞത് ഇന്നും ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർക്കുന്നു. ഞങ്ങളെ ചേർത്തണച്ച് ഞങ്ങൾ 4 പേരായിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രവും മെത്രാപ്പൊലീത്തായി മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ശമാശന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരിക്കലും നിങ്ങൾ വിജയികളാകാൻ ശ്രമിക്കരുത്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ ശുശ്രൂഷയിൽ വിശ്വസ്തരായിപ്പാനായിട്ടാണ്. നിങ്ങൾ വിശ്വസ്തരായി നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ, നിങ്ങളൊരു പക്ഷേ മാനുഷികമായ രീതിയിൽ വിജയിച്ചില്ല എങ്കിലും ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിന് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളോട് നിങ്ങൾ ബോധപൂർവം ഒരു അകലം പാലിക്കണം. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പണം, പെണ്ണ്, ഭക്ഷണം. പച്ചയ്ക്ക് പറയുകയാണ്, പണം, പെണ്ണ്, ഭക്ഷണം. ഇതിനോട് നിങ്ങളൊരു അകലം ആദ്യം മുതൽ പാലിക്കണം. വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അനേക വിശുദ്ധന്മാർ പട്ടുപോയ ഒരു മേഖലയാണ് ആത്മീയ മേഖല. നിന്നവരെന്ന് കരുതിയവർ ഒക്കെ ഒരു നിമിഷം കൊണ്ട് വീണുപോയ മേഖലയാണ് പ്രിയമുള്ളവരെ ഈ ആത്മീയ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമേ. പണം, പെണ്ണ്, ഭക്ഷണം. ആദ്യം മുതൽ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ നിങ്ങൾ കാത്ത് സൂക്ഷിക്കണം. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ക്രിസ്തീയ ശുശ്രൂഷകരെ പറ്റി നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം ഇവിടെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഒരു പുരോഹിതനെ ദൈവം വിധിക്കുന്നത് വിളിയോടെ എത്രമാത്രം വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പ്രതികരിച്ചു എന്നതിൻ്റെ മാനദണ്ഡത്തിലാണ്. അച്ഛന്മാർ ഭക്തി കുറച്ചിട്ട് ശക്തി കൂട്ടുന്നതിനേക്കാൾ നല്ലത് ശക്തി കുറച്ചിട്ട് ഭക്തി കൂട്ടുന്നതാണ്. എത്ര ധന്യമായ ഒരു ഉപദേശം. അദ്ദേഹം വീണ്ടും പറയുകയാണ്, നിങ്ങളൊരിക്കലും അഴകുള്ള പുരോഹിതനാകാൻ ശ്രമിക്കുന്നതോടൊപ്പം ആഴമുള്ള പുരോഹിതനാകുവാൻ നിങ്ങളെല്ലാം ഇപ്പോഴും ശ്രമിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ശക്തിയുടെ പുറകെ പോകാതെ പരിശക്തി ആത്മാവല്ല, പരിശുദ്ധ ആത്മാവാണ്. ശുദ്ധത, ഹോളിനെസ് എല്ലാം ഇപ്പോഴും നിങ്ങളെ കാംക്ഷിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു കാഴ്ചയുടെ പരിധിയിലുള്ള ശിഖരങ്ങളുടെ ബലമല്ല, അതിനപ്പുറത്തുള്ള വേരുകളുടെ ബലത്തിൽ നിങ്ങൾക്കെന്നും ശക്തിപ്പെടുവാൻ സാധിക്കണം. നിങ്ങൾ വേരുകളുടെ ബലത്തിൽ അഭിമാനിക്കുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് നിങ്ങൾ വിശ്വസ്തതയിൽ കൂടി വിജയികൾ ആകുന്നത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 4-മത് ജോസഫിനെ നാം കാണുന്നത്, ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയതായ ആലോചനകളെ അനശ്വരമാക്കിയതിൽ കൂടി തൻ്റെതായിട്ടുള്ള ഈ അഭിലാഷങ്ങളെയൊക്കെ അടിയറ വെച്ചതിൽ കൂടി അനുസരണത്തിൽ 100% ആത്മാർത്ഥത കാണിച്ചതിൽ കൂടി ദൈവം ജോസഫിന്റെ അപമാനത്തെ എല്ലാം അഭിമാനമാക്കി മാറ്റി. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ജോസഫിന്റെയും മറിയയുടെയും ജീവിതത്തിൽ അവർ അന്ന് വരെ സഹിച്ചതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള അപമാനങ്ങളെയും ദൈവം അഭിമാനമാക്കി തീർത്തു. അതുവരെ സഹിച്ചതായിട്ടുള്ള എല്ലാ സഹനങ്ങളെയും ദൈവം സാഫല്യമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവിക പദ്ധതിയിൽ പങ്കാളിയായതിൻ്റെ പേരിൽ അപമാനവും അപരാധവും ഏറ്റുവാങ്ങിയ വ്യക്തികളായിരുന്നു ജോസഫും മറിയയും. നാം സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ദൈവിക ആലോചന പ്രകാരം ജീവിച്ച് ഭാഗ്യവാനായ വ്യക്തിത്വമായിരുന്നു ജോസഫിൻ്റെ വ്യക്തിത്വം. മറിയയ്ക്ക് കൃപ ലഭിച്ചതും ജോസഫിന് ആലോചന ലഭിച്ചതും അപമാനവും സഹനവും ഒക്കെ ഏറ്റുവാങ്ങി ലോകരക്ഷകന് മാനുഷികമായ ജന്മം നൽകുവാനായിട്ട് ആയിരുന്നു. ദൈവിക ആലോചന തിരിച്ചറിയുകയും ദൈവിക നടത്തിപ്പ് രുചിച്ചറിയുകയും ചെയ്ത ജോസഫ് തൻ്റെ നിലപാടുകളിൽ കൂടി അപമാനങ്ങളെയും അപവാദങ്ങളെയും അതിജീവിച്ചവൻ ആണ്. അപവാദം കൊണ്ട് മറിയയെ പൊളിച്ചെടുക്കുവാൻ ജോസഫ് ശ്രമിക്കാതെ അനുകമ്പ കൊണ്ട് മറിയയെ പൊതിഞ്ഞ് കൂടെ നിർത്തി. നമ്മുടെ ശുശ്രൂഷയിലൊക്കെ ഇത് നമുക്ക് സാധിക്കണം. എല്ലാറ്റിനും അവൻ കൂട്ടാളിയായി. നീതിമാൻ മറിയയ്ക്ക് നീതി നൽകിയത് അപ്രകാരം ആയിരുന്നു. നിലപാടുകളിൽ മാറ്റമില്ലാതെ നിന്ന ജോസഫിന്റെ നിലയിൽ ദൈവം മാറ്റം വരുത്തി. നിലപാടുകളിൽ മാറ്റമില്ലാതെ നിന്ന ജോസഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയത്ത് മാറ്റം വരുത്തി. സോ മൈ ഡിയർ പ്രിയപ്പെട്ട ശമാശന്മാരെ, God turned the allegations and accusations into appreciations in his time. God turned the victim into a victor in the victimizing situations. So the vulnerable became venerable amidst the vindicating situations. എത്ര മഹനീയമായ മാതൃക! അപമാനത്തെ അഭിമാനമാക്കി മാറ്റിയ ജോസഫിന്റെ മകൻ
ഏറ്റവും നിന്ദ്യമായ ക്രൂശിനെ ഏറ്റവും വന്യമായ ക്രൂശാക്കി മാറ്റി. ഏറ്റവും നിന്ദ്യമായ ക്രൂശിനെ ഏറ്റവും വന്യമായ ക്രൂശാക്കി മാറ്റി. ക്രൂശിനെ കിരീടമാക്കി. അപമാനമാകട്ടെ ബഹുമാനമാകട്ടെ ദൈവം നൽകുന്ന മാനം മാത്രമാകുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. വികാരത്തോടും വിചാരത്തോടും വിവേകത്തോടും കൂടെ ജോസഫ് എല്ലാറ്റിനെയും അഭിമുഖീകരിച്ചു, അതിജീവിച്ചു. മറിയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു, സമർപ്പിച്ചു. ഇരുവരും ഒരുമിച്ച് സഹനത്തിനപ്പുറം സാഫല്യം കണ്ടു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്രകാരമുള്ള ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഒത്തിരി മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിലപാടുകളിൽ ഉറച്ചു നിന്ന് അവയൊക്കെ അതിജീവിപ്പാനായിട്ട് സാധിക്കണം. എൻ്റെ അപ്പനുണ്ടാക്കിയ 2 വീലറാണ് മറ്റുള്ളവർ തരുന്ന 4 വീലറിനേക്കാൾ മെച്ചമെന്ന് നിങ്ങൾക്ക് ആദ്യം മുതലേ ചിന്തിച്ച് തീരുമാനിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വികാരത്തോടും വിചാരത്തോടും വിവേകത്തോടും കൂടെ ജോസഫ് എല്ലാറ്റിനെയും അഭിമുഖീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ആരോപണവും അപമാനവും ഒക്കെ ഏറ്റുവാങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാർ. ദൈവികമായ ആലോചന സ്വീകരിച്ച് ചില ക്രിസ്തീയ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉദ്ദേശശുദ്ധിയെയും നിരപരാധിത്വത്തെയും തെളിയിക്കുവാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും വിജയിച്ചു എന്ന് വരികയില്ല. അവിടെയൊക്കെ ആവശ്യമില്ലാത്ത പ്രതികരണത്തിനോ അർത്ഥമില്ലാത്ത പ്രതികാരത്തിനോ മുതിരാതെ ജോസഫിനെ മാതൃകയാക്കി, മറിയയെ മാതൃകയാക്കി നിങ്ങൾക്ക് മാതൃകാപരമായി ജീവിക്കണം. എല്ലാം കാലം തെളിയിക്കും, എല്ലാം ദൈവം വെളിവാക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. ദൈവിക ആലോചനയും പദ്ധതിയും എങ്കിൽ ദൈവം തന്റെ സമയത്തെ എല്ലാം ശരിയാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം, പ്രത്യാശിക്കണം. പ്രിയമുള്ള ശമാശന്മാരെ, നിങ്ങൾ ഓർക്കണം, കലങ്ങിയ ഒരു കുളം തെളിയിക്കുവാനുള്ള എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ മാർഗമെന്ന് പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ള ശമാശന്മാരെ, കൊയ്ത്ത് അവസാനമാണ്. അന്നുവരെ കളയും വിളയും എല്ലാം ഒരുമിച്ച് വളരുവാൻ അനുവദിക്കുന്നവനാണ് ദൈവം. അന്ന് കൊയ്ത്തിന്റെ യജമാനൻ നിങ്ങൾക്ക് നിത്യജീവന്റെ വാടാ കിരീടം നൽകും. അത് പ്രാപിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ആലോചന ഇന്ന് നിങ്ങൾക്ക് പോഷത്വമായി തോന്നിയാലും നാളെ അത് ഭൂഷണമായി അത്ഭുതമായി രൂപാന്തരപ്പെടും. അപ്രകാരം ജോസഫിനെ പോലെ ദൈവരാജ്യ പദ്ധതിയിൽ പങ്കുകാരാകുവാൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളികേറ്റ് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷയിൽ ഉടനീളം പ്രശോഭിക്കുവാൻ, ഞാൻ ആദ്യമേ പറഞ്ഞതായുള്ള ഭാഗ്യാവസ്ഥ കണ്ടെത്തുവാൻ നിങ്ങൾക്കിടയാകട്ടെ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എക്സിറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എൻട്രി. എങ്ങനെ നിങ്ങൾ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചോ ആ ഭാഗ്യാവസ്ഥയിൽ കൂടി ഇവിടെ നിന്ന് ഈ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ നന്മ നേരുന്നു. സഭയുടെ നാമത്തിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേർന്നുകൊണ്ട് എനിക്ക് അവസരം തന്ന തിരുമേനോടുള്ള നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും ശക്തീകരിക്കും.